ഇന്ന് ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനിയുള്ള അരമണിക്കൂറിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു കേരള കോൺഗ്രസ് എം. സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് LDF സ്ഥാനാർത്ഥിയാകും. ജോസ് കെ മാണിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനമെടുത്തതെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. ഒപ്പം തന്നെ തോമസ് ചാഴിക്കാടൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ചെയർമാൻ എന്ന നിലയ്ക്ക് അതിൻ്റെ തീരുമാനമെടുക്കുവാനുള്ള ചർച്ചകളും നടന്നു. തീരുമാനമെടുക്കാനായിട്ട് നമ്മൾ അവരെ ഉദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഒരു പേര് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. ആ പേര് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് MPയും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ തോമസ് ചാഴികാടനാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ലോകസഭ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. കോട്ടയത്ത് വിജയമുറപ്പെന്ന് തോമസ് ചാഴിക്കാടൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കുന്നു. അത് ഫലപ്രദമായി വിനിയോഗിച്ച് വിജയിച്ച് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വീണ്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്ന് വിശ്വാസമുണ്ട്. ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ പാർലമെന്റിനകത്തും പുറത്തും വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. ആ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേടുക. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, കേരളത്തിലെ ആദ്യ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞിരിക്കുന്നു. തോമസ് ചാഴികാടൻ തന്നെ വീണ്ടും കളത്തിലിറങ്ങാൻ പോകുന്നു. തർക്കങ്ങളൊന്നുമില്ലാതെ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന പ്രതികരണം ജോസ് കെ മാണി നടത്തുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് കേരള കോൺഗ്രസ് എം കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്? UDF ക്യാമ്പിലുള്ള അവസാനവട്ട ചർച്ചകൾ, അതിൻ്റെ പുരോഗതി എങ്ങനെ ടോബി? തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മും LDFും ഉള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിരുന്നു. കൂടുതൽ സീറ്റ്, അതായത് ഒരു 3 സീറ്റ് വേണമെന്നൊരു ആവശ്യമാണ് കേരള കോൺഗ്രസ് ആദ്യം ഉന്നയിച്ചത്. പക്ഷേ LDFിൽ നടന്ന ചർച്ചകളിൽ അത് നൽകാനാകില്ല എന്ന് CPM പറഞ്ഞു, LDF പറഞ്ഞു. അതിനുള്ള ഒരു കാരണം കൂടി നിർത്തിയിരുന്നു. പ്രത്യേകിച്ചും CPM അടക്കം വിട്ടുവീഴ്ചകൾ ചെയ്താണ് കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റടക്കം നൽകിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം തങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചില്ല. എന്തായാലും കോട്ടയം സീറ്റ് ലഭിച്ചതിൽ തൃപ്തിയാണ് തങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ചാഴിക്കാടൻ MPയുടെ പേര് വീണ്ടും ജോസ് കെ മാണി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ആ ഒരു നിർണായക പ്രഖ്യാപനം വന്നത് നമ്മൾ കണ്ടതാണ്. പല പേരുകൾ ചർച്ചയായി നിൽക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി തോമസ് ചാഴിക്കാടൻ എന്ന സ്ഥാനാർത്ഥിയിലേക്ക് ടോബിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താമെന്ന് തോന്നുന്നു. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം ടോബിയിലേക്ക് എത്താം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം. സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ തന്നെ കോട്ടയത്ത് LDFിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. അല്പസമയം മുമ്പ് ജോസ് കെ മാണി നേതാക്കൾക്കൊപ്പം മാധ്യമങ്ങളെ കണ്ട് തീരുമാനം വിശദീകരിക്കുകയായിരുന്നു. പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന പ്രതികരണമാണ് ജോസ് കെ മാണി നടത്തിയത്. ഒപ്പം തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം കൂടി നേതൃത്വം പ്രകടിപ്പിക്കുകയാണ്. UDF ക്യാമ്പിലും ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. അതിനിടയിൽ സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണത്തിൽ വളരെ വേഗം മുന്നോട്ട് പോകാൻ കഴിയും എന്ന ആത്മവിശ്വാസം പാർട്ടി നേതൃത്വം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. വിജയമുറപ്പ് എന്നായിരുന്നു തോമസ് ചാഴിക്കാടൻ്റെയും പ്രതികരണം. ടോബി ജോൺസൺ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, തുടരാൻ ടോബി. തീർച്ചയായിട്ടും. അപ്പോൾ പാർട്ടി കഴിഞ്ഞ തവണ പിളർന്നപ്പോൾ ഒരു വിശ്വാസം അർപ്പിച്ച് തോമസ് ചാഴിക്കാടൻ MP പാർട്ടിക്കൊപ്പം നിന്നു. ആ ഒരു വിശ്വാസം ജോസ് കെ മാണിക്ക് തോമസ് ചാഴിക്കാടനിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം അതും കൂടി വിലയിരുത്തി തന്നെയാണ് പാർട്ടി ഈ ഒരു പേരിലേക്ക് എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റ് പേരുകളൊന്നും ചർച്ചയിലേക്ക് വന്നില്ല. സാധാരണ കൂടുതൽ പേരുകൾ, സാധ്യതാ പട്ടികകളൊക്കെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണയൊന്നും അത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്കും വേദിയായില്ല കേരള കോൺഗ്രസ് എം. ഒരേ ഒരു സ്ഥാനാർത്ഥി എന്ന് തന്നെയായിരുന്നു ആദ്യം മുതൽ തന്നെ പറഞ്ഞു കേട്ടത്. അത് തോമസ് ചാഴിക്കാടൻ MPയുടെ പേര് തന്നെയാണ്. അവസാനം ആ പേരിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ ആദ്യം തന്നെ ഒന്നാമതെത്താൻ സാധിച്ചു, അല്ലെങ്കിൽ ആദ്യം തന്നെ കേരള കോൺഗ്രസ് എമ്മിന് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ആശ്വാസമായി, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം കേരള കോൺഗ്രസ് എമ്മിന് നൽകിയിട്ടുണ്ട്. പ്രചരണ രംഗത്ത് ഇത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടുതൽ തർക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ
കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ ഏകകണ്ഠമായി തന്നെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ തോമസ് ചാഴിക്കാടന് വീണ്ടും ഒരു അവസരം കൂടി നൽകാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ എന്തായാലും പ്രചരണ രംഗത്ത് തോമസ് ചാഴിക്കാടൻ സജീവമായി തന്നെ ഉണ്ടാകും. അതേസമയം തന്നെ UDFന്റെ കാര്യം നോക്കുകയാണെങ്കിൽ UDFൽ കേരള കോൺഗ്രസിനാണ് സീറ്റ് എന്ന് ഇതിനോടകം തന്നെ ചർച്ചകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. എന്തായാലും കോട്ടയം സീറ്റിൽ നിരവധി സ്ഥാനാർത്ഥികളുടെ പേര് കേരള കോൺഗ്രസിൽ ചർച്ചയായി കേൾക്കുന്നുണ്ട്. അവരിൽ ആര് വരുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും ഫ്രാൻസിസ് ജോർജിന്റെ പേര് സജീവ ചർച്ചയിൽ നിൽക്കുന്നു. മറ്റ് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹമുള്ളവർ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് LDFൽ ഇത്തരത്തിലുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFന് ഒരു മേൽക്കൈ ലഭിക്കുമെന്ന് അവർ വിലയിരുത്തുന്നുമുണ്ട്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ LDFന്റെ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങാൻ പോകുന്നു. ദൗത്യം നീളുന്നു. മുൻപന്തിയിൽ നിൽക്കാൻ വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മക്കിനെ ഇന്നും മയക്കുപിടി വെക്കാനായില്ല. ആനയെ കുങ്കി ആനകളെ ഉപയോഗിച്ച് മാനന്തവാടി മൈസൂർ റോഡിൽ എത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ദിശ മാറി സഞ്ചരിച്ചത് വലിയ പ്രതിസന്ധിയായി മാറി. ആന കുറ്റിക്കാട്ടിലേക്ക് മാറിയതും ദൗത്യത്തെ ബാധിച്ചു. മണ്ണുണ്ടി കോളനിയുടെ 5 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ ആന തുടരുന്നു എന്നാണ് ദൗത്യസംഘം വിശദീകരിക്കുന്നത്. 65 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിൽ പെട്രോളിംഗ് നടത്തും. നാളെ പുലർച്ചെ 5:30 ദൗത്യം പുനരാരംഭിക്കുമെന്ന് ഉത്തരമേഖലാ CCF KS ദീപ പറഞ്ഞു. മൂടൽമഞ്ഞും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഉള്ളിലോട്ട് കയറുമ്പോൾ അതിൻ്റെ ലൻഡാനയുടെ ഗ്രോത്ത് വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, ഒരിക്കൽ സൈറ്റ് ചെയ്തിരുന്നു വെച്ചിരുന്നു, പക്ഷേ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മിസ്സായിട്ടുണ്ടായിരുന്നു. 200ഓളം സ്റ്റാഫാണെന്നുള്ളത്. പിന്നെ മണ്ണാർക്കാട് അതുപോലെ നിലമ്പൂരിൽ നിന്നുള്ള RRTയും ഇവിടെ വന്നിട്ടുണ്ട്. കൊട്ടിയൂർ RRT, പിന്നെ കോഴിക്കോട് RRT, ഇവരെല്ലാവരും ഇപ്പോൾ ഇന്നുണ്ട്. അപ്പോൾ ഇനി നാളെയും കൂടെ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് രാവിലെ 5:30 തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇന്നത്തെ ദൗത്യവും അവസാനിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. നാളെ വീണ്ടും പുനരാരംഭിക്കാനുള്ള നീക്കമാണ് ഉണ്ടാവുന്നത്. രാത്രിയിൽ ഒരുക്കേണ്ട ക്രമീകരണങ്ങൾ ഇന്നലത്തേതിന് സമാനമായി ഇന്നും ഒരുക്കുക, പെട്രോളിംഗ് തുടരുക, അങ്ങനെയുള്ള തീരുമാനത്തിലേക്കാണോ പോകുന്നത്? ഇന്ന് ദൗത്യത്തിൽ നേരിട്ട പ്രതിസന്ധികളെ എങ്ങനെയാണ് കാണേണ്ടത്? ഇന്ന് ആനയ്ക്ക് തൊട്ടടുത്തുവരെ ദൗത്യസംഘത്തിന് എത്താൻ കഴിഞ്ഞിരുന്നു. ദൗത്യസംഘം അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് എങ്ങനെയാണ് അരുൺ? റിജിത്ത്, ഇന്നും ഓപ്പറേഷൻ ബേലൂർ മഗ്ന അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നതാണ് പ്രധാനമായും ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ ഈ ആനയുടെ അടുത്തെത്തുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ ആന ദിശ മാറി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉടനീളം ഉണ്ടായത്. നിരവധി തവണ ഇവർ ആനയുടെ അടുത്തെത്തി. പക്ഷേ RRT സംഘത്തിന് ആനയുടെ അടുത്തെത്തുമ്പോഴേക്കും ആന മറ്റൊരിടത്തേക്ക് അതിവേഗത്തിൽ നീങ്ങുന്ന ഒരു പ്രതികൂലമായ സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇതേ സമയം ആനയോടൊപ്പം മറ്റ് ആനകൾ കൂടിയുള്ളതും പ്രതിസന്ധി രൂക്ഷമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ കാട്, അതായത് ഈ ബാവലി വനത്തിലാണ്, ബാവലി കർണാടക കേരള അതിർത്തിയാണ്, അതിനോട് ചേർന്നാണ് ഈ വനം സ്ഥിതി ചെയ്യുന്നത്. കാട്ടിക്കുളം മുതൽ ബാവലി വരെയുള്ള ആ ദേശീയപാതയോട് ചേർന്നുള്ള വനമാണ്. ആ വനത്തിൽ ഉടനീളം ഈ കാരമുള്ളു പോലുള്ള മുറിവേൽക്കുന്ന തരത്തിലുള്ള ചെടികളാണ്. അത് ഇടതൂർന്ന് വളർന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ അടിക്കാടുകളും വ്യാപകമാണ്. ആ ഇടത്തു കൂടി കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ ആനയുടെ അടുത്തെത്തുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആനയെ അതിവേഗത്തിൽ ട്രേസ് ചെയ്യാൻ കഴിയാതിരിക്കുന്നത്. ഇന്ന് അതിവേഗത്തിൽ ഈ ആനയുടെ അടുത്തെത്തിയെങ്കിലും പക്ഷേ ഈ ആന ദിശ മാറി വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നിരവധി തവണയുണ്ടായി. ഒടുവിൽ വൈകിട്ട് 5 മണിയോടുകൂടി ബാവലിയിൽ നിന്ന് കാട്ടിക്കുളത്തേക്കുള്ള ദേശീയപാതയാണ്, ആ ഭാഗത്തേക്കാണ് ആന ഒടുവിൽ സഞ്ചരിച്ചത്. 4:48 ആനയുടെ സിഗ്നൽ അവസാനമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ഇത് മൈസൂരു മാനന്തവാടി ദേശീയപാതയോരത്തേക്ക് ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് കയറ്റി അവിടെ വെച്ച് മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമം വനംവകുപ്പ് അധികൃതർ നടത്തി. പക്ഷേ അതും വിജയം കണ്ടില്ല എന്ന് വേണം പറയാൻ.
ഇന്ന് രാത്രിയും ഇന്നലത്തേതിനു സമാനമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് പ്രതിഷേധത്തിന് കുറച്ച് അയവ് വന്നിട്ടുണ്ട്. എന്നാലും ഈ മാനന്തവാടി മൈസൂരു ദേശീയപാതയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവുമൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ചില നാട്ടുകാർ നിലയുറപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമൊന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം DFOയെ തടയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങൾ കണ്ടിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും ഇന്ന് പോയില്ല എന്നുള്ളതാണ്. ഇന്ന് 6 തവണയാണ് റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ 4:48 ലഭിച്ചു എന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് ഇന്ന് മയക്കുവെടി വെക്കാനുള്ള നീക്കം വനംവകുപ്പ് നടത്തിയത്. ഇന്ന് മണ്ണുണ്ടി കോളനിയുടെ 5 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. 65 ബേലൂർ മഗ്ന ദൗത്യം ഇന്നും വിജയം കണ്ടില്ല. നാളെയും ദൗത്യം തുടരും എന്നാണ് ദൗത്യസംഘം വിശദീകരിക്കുന്നത്. ഇന്നലത്തേതിന് സമാനമായി ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പെട്രോളിംഗ് സംഘം നിരീക്ഷണം തുടരും. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് CCF നേരത്തെ വിശദീകരിച്ചത്. അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങി. വാടാനക്കവലയിലെ ജനവാസ കേന്ദ്രത്തിലാണ് കടുവ ഇറങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഹസ്ബൻഡാണ് കണ്ടത്. എന്നിട്ട് ഓടി വന്നു കടുവ എന്ന് പറഞ്ഞ് വിറച്ചിട്ട് ആദ്യം വന്നത്. അത് കേട്ടപ്പോൾ നമുക്കും വിറയായി. പിന്നെ ഞാൻ കണ്ടു ശരിക്കും പതുക്കെ ആണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നൊരു. മക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ് പേടി. പന്നിയെ ഓടിച്ചു വന്നാൽ പന്നി അത്ര സ്പീഡിലും അല്ല, എന്നാൽ കടുവ അത്ര സ്പീഡിലല്ല. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കാണാറുണ്ട്. ഈ പറമ്പിൻ്റെ സൈഡിൽ വന്ന് നേരെ ആ പറമ്പിൽ പോയി. അവർ നേരെ വനമൂരുകാരുടെ പറമ്പാണ് അത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ കുറേ നേരം ഭയങ്കര ശബ്ദം ഉണ്ടാക്കലും ബഹളം ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറിൽ അടുത്ത സ്ഥലത്താണ്, കിലോമീറ്ററുകൾ അപ്പുറത്താണ് കടുവയെ കാണുന്നത്. ഒന്നിലധികം കടുവകളുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഒരു ഭാഗത്ത് ആനപ്പേടി, നാട്ടുകാരുടെ പ്രതിഷേധം, വിഷയത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ വീണ്ടും കടുവാപ്പേടി കൂടി ഉണ്ടാവുന്നു. നാട്ടുകാരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഈ വിഷയത്തിലൊരു ഇടപെടൽ അവസാനമായി ഉണ്ടാവുന്നത്? സുർജിത്ത്. റിജിത്ത്, തിരുനെല്ലിയിൽ കാട്ടാനപ്പേടി, പുൽപ്പള്ളിയിൽ കടുവാപ്പേടി, ഒപ്പം തന്നെ മുണ്ടക്കയിൽ ആനപ്പേടി, ഇത്തരത്തിൽ വിവിധ വന്യമൃഗ വിഷയങ്ങൾ, മനുഷ്യ വന്യമൃഗ പ്രശ്നങ്ങളിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഈ കടുവയെ കണ്ടത് പുൽപ്പള്ളി വാടാനക്കവല എന്ന് പറയുന്ന പ്രദേശം, മുള്ളംകൊല്ലി പഞ്ചായത്തിനോട് അതിർത്തി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. ഈ പ്രദേശത്താണ് കടുവയെ കണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. 12 മണിക്ക് പ്രദേശവാസിയായിട്ടുള്ള കറുവാപ്ലാക്കൽ ബിജുവും ഭാര്യ സ്വപ്നയും വീട്ടുജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് കടുവ ഒരു കാട്ടുപന്നിയെ ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വനപാലകരും പിന്നീട് നടത്തിയ തെരച്ചിലിൽ കടുവ അവരുടെ മുന്നിൽ വന്നു. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പുറത്ത് വന്നതാണ്. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ ഈ പുൽപ്പള്ളി മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് വിവിധ ഘട്ടങ്ങളിലായിട്ടുണ്ട്. 2 ഇടങ്ങളിൽ, താന്നിത്തെരുവ്, സുരഭിക്കവല എന്നിവിടങ്ങളിൽ കാറ്റിൽ ലിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അതായത് സുരഭിക്കവലയിൽ ആടിനെയും അതോടൊപ്പം തന്നെ ഈ താന്നിത്തെരുവിൽ പശുവിനെയും ഈ കടുവ പിടികൂടി കൊല്ലുന്ന സാഹചര്യമുണ്ട്. ഒരു കടുവ തന്നെയാണെന്നുള്ള സ്ഥിരീകരണം തന്നെയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. ഒപ്പം തന്നെ ആനപ്പാറയിൽ കഴിഞ്ഞ ദിവസം ഈ കടുവയെ കണ്ടിരുന്നതായി പറയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ആളുകൾ നിലവിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ താന്നിത്തെരുവിലും സുരഭിക്കവലയിലും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ വാടാനക്കവലയിലും സമാനമായ രീതിയിൽ തന്നെ കൂട് വനംവകുപ്പ് സ്ഥാപിച്ച് കടുവയെ പിടികൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും അത്തരം ദൗത്യം നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നാട്ടുകാർക്കും പങ്കുവയ്ക്കാനുള്ളത്. റിജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ പ്രത്യേക സാഹചര്യം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിനിരയാകുന്നവർക്ക് പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാരം സർക്കാർ നൽകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. വനംവകുപ്പും സർക്കാരും മനുഷ്യത്വരഹിതമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും കുറ്റപ്പെടുത്തി. അന്തർ സംസ്ഥാന വന്യജീവി പ്രശ്നങ്ങളെ ഏകോപിപ്പിക്കാൻ കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ സമിതി രൂപീകരിക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിനായി നിലവിലുള്ള അന്തർ സംസ്ഥാന ഔദ്യോഗികതല യോഗം ഉടൻ ചേരും. വന്യജീവികളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലും പരിശോധിക്കും. വയനാട്ടിൽ റവന്യൂ, പോലീസ്, ഫോറസ്റ്റ് എന്നിവരെ സംയോജിപ്പിച്ച് കമാൻഡ് കൺട്രോൾ സെന്റർ നടപ്പാക്കും. 2 പുതിയ RRTകൾ ഉടൻ പ്രവർത്തനമാരംഭിക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിച്ചു. എന്റെ ഡാഡിക്ക് സംഭവിച്ച ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല. വയനാട്ടിൽ
ഞാൻ കരഞ്ഞ എത്ര വേറൊരു കൊച്ചു ഇനി കരയാൻ പാടില്ല. റേഡിയോ കോളർ സിഗ്നൽ ഡീകോഡ് ചെയ്യുന്നതിൽ സംസ്ഥാനത്തിന് സംഭവിച്ച വീഴ്ചയാണ് അജീഷിന്റെ മരണത്തിന് കാരണമായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ? ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും ഇത്രയും ഒരു വിഷയം വരുമ്പോൾ, ഈ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഉണ്ടോ? ഒന്നുമില്ല. അതേസമയം സർക്കാരിൻ്റേത് മനുഷ്യത്വരഹിതമായ നിലപാടാണെന്ന വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈസ്തവ സഭകൾ. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയപ്പോൾ യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യവിലോപം മാത്രമല്ല, മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കൂട്ടുനിന്ന പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്. നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറം വയനാട്ടിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വയനാട്. വാർത്തകളിലേക്ക് വീണ്ടും. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് കർണാടക ഹൈക്കോടതി. SFIO ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജി കൈമാറണം. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് CMRL 135 കോടി രൂപ സംഭാവന നൽകിയതിന് തെളിവുണ്ടെന്നും സേവനം നൽകാതെ 1.76 കോടി എക്സാലോജി കൈപ്പറ്റിയെന്നും SFIO കോടതിയെ അറിയിച്ചു. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്. മനേഷ്, അറസ്റ്റടക്കം കടുത്ത നടപടികൾ പാടില്ല വിധി വരുന്നതുവരെ എന്ന് കോടതി നിർദ്ദേശിക്കുമ്പോഴും SFIO ആവശ്യപ്പെട്ട രേഖകൾ കൈമാറണം എന്നുള്ള നിർദ്ദേശം എക്സാലോജിക്കിന് നൽകുന്നുണ്ട്. SFIO കോടതിയിൽ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? അറസ്റ്റിന് നീക്കമുണ്ടോ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തല്ലോ അന്വേഷണ സംഘത്തോട്. മനീഷ്, തീർച്ചയായും, അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതൊരു പരിധിവരെ വീണ വിജയനും അല്ലെങ്കിൽ എക്സാലോജിക്കിനും ഒക്കെ ആശ്വാസം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് എക്സാലോജിക്ക് വീണ വിജയനും നൽകിയിരിക്കുന്നത്. ആ കേസിൽ അല്ലെങ്കിൽ ആ ഒരു ഹർജിയിൽ വിധി പറയുന്നത് വരെ ഈ പറഞ്ഞ രീതിയിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് എന്തായാലും എക്സാലോജിക്കിന് നൽകിയിട്ടുള്ളത്. അതായത് SFIO ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യമായി തന്നെ നൽകണം എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് രീതിയിലും എന്തായാലും ഇത് ചെറിയ ആശ്വാസം നൽകുമ്പോഴും അപ്പുറത്ത് അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയിൽ വിധി വരുന്നതിന് മുമ്പേ രേഖകൾ കൈമാറണം എന്നുള്ളൊരു കാര്യവും എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്നു. ആ രീതിയിലുള്ള തീരുമാനങ്ങളാണ് എന്തായാലും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വിശദമായ വാദം തന്നെ കേട്ടു. ഇരു വിഭാഗങ്ങളുടെയും വിശദമായ വാദം തന്നെ കേട്ടു. എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്നും പറഞ്ഞിരുന്നത് ഒരേ രീതിയിൽ രണ്ട് തലത്തിലാണ് രണ്ട് ഏജൻസികളാണ് അന്വേഷണം നടത്തുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാദം. അതിൽ രണ്ട് വകുപ്പുകൾ ഉപയോഗിച്ച് ആ വകുപ്പുകളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്തു. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ കൃത്യമായ വിവരങ്ങൾ, അതായത് ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ തന്നെ കൃത്യമായ വിവരങ്ങൾ, ക്രമക്കേടുകളെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് SFIO അറിയിക്കുകയും ചെയ്തു. എന്തായാലും വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഹർജി. ശരി, മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന്. തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രോത്സവത്തിനെത്തിച്ച വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിത്തെറിച്ച് ഒരു മരണം. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. പരിക്കേറ്റ 25 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. മത്സര വെടിക്കെട്ടിനെത്തിച്ച സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. അനധികൃതമായാണ് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചത്. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് പുതിയകാവ് ക്ഷേത്ര ഭരണസമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വെടിക്കെട്ട് സാമഗ്രികൾ എത്തിച്ചവർക്കുമെതിരെ ഹിൽ പാലസ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 4 പേരെ ഇതിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പടക്കം എത്തിച്ച വാഹനത്തിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് സ്ഫോടനത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, കേരളം നടുക്കത്തോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത്. അടിമുടി നിയമലംഘനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിഞ്ഞത്. പോലീസിന്റെ നടപടികൾ ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒപ്പം ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില, ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെ? അശ്വിൻ. രജിത്ത്, ഈ കരാർ ഏറ്റെടുത്ത ആളുടെ 2 ജീവനക്കാരും ഒപ്പം ദേവസ്വത്തിന്റെ ഉത്സവ കമ്മിറ്റിയിലെ 2 പേരും അടക്കം 4 പേരാണ് ഇപ്പോൾ ഹിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അപ്പം ഈ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവരെ വിളിപ്പിച്ചെങ്കിലും അവർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ പോലീസ് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇവിടുത്തെ ശാസ്ത്രീയ പരിശോധനകൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരെത്തി ഈ വാഹനത്തിന്റെ ചേസിലുണ്ടായിരുന്ന ഈ കരിമരുന്നുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ ഈ തീപിടുത്തത്തിനുണ്ടായ കാരണം എന്താണ്, ഈ സ്ഫോടനത്തിന്റെ കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ മറുപടി ഉണ്ടാകും. ഒപ്പം ഈ സമീപത്തെ വീടുകളുടെ നാശനഷ്ടങ്ങളൊക്കെ ഇന്ന് റവന്യൂ വകുപ്പ് അതിന്റെ കണക്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഈ
ധനസഹായ വിതരണം അടക്കമുള്ള കാര്യങ്ങളുടെ പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. എത്ര രൂപയുടെ നാശനഷ്ടമുണ്ട് എന്നുള്ള കാര്യത്തിൽ നാളെയോടുകൂടി ഒരു കൃത്യമായ കണക്ക് പുറത്തു വരുമെന്നുള്ളതാണ് റവന്യൂ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവിടുത്തെ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. രാത്രി വൈകിയും ഈ രാവിലെ ജോലിക്ക് പോയ ആളുകളൊക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് തിരികെ എത്തുന്നുണ്ട്. ഈ അപകടം നടന്ന സ്ഥലം കാണുവാനും ഇപ്പോഴത്തെ അവസ്ഥ അറിയുവാനും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരുപാട് നാട്ടുകാർ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു അപകടമാണ്. കേരളം ഒന്നടങ്കം തന്നെ ഞെട്ടിപ്പോയൊരു അപകടം തന്നെയാണ് ഇന്ന് രാവിലെ 10:00 ഉണ്ടായത്. എന്തായാലും അതിന്റെ നിയമ നടപടികളടക്കം പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. റീജിത്ത്. ശരി, അശ്വിൻ പാലാഴി സംഭവ സ്ഥലത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ഇന്ന് സംഭവിച്ചതിന്റെ സമയം പൂർത്തിയാവുകയാണ്.